നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എല്ലാം സംസാരിച്ച് തീർന്നു രണ്ടുപേരും. എന്തിനാ നിങ്ങൾ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്? എനിക്ക് പ്രത്യേകിച്ച് ഒരു ഉദ്ദേശവും ഇല്ല. ശേഖരൻ സാർ ഇവിടെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു, ഞാൻ കൊണ്ടുവന്നു. മകന്റെ വിവാഹ ചടങ്ങിന് സാക്ഷിയാകാൻ പറ്റിയില്ല എന്നൊരു വിഷമം സാറിനുണ്ടാകുമല്ലോ. മകന്റെ വിവാഹം ആഘോഷിക്കണമെന്ന് അദ്ദേഹത്തിന് തോന്നി, അത്രേ ഉള്ളൂ. ഞങ്ങൾക്കൊരു സൽക്കാരം വേണ്ട, ഞങ്ങൾ ഇവിടെ നിന്ന് തുറന്നു വിട്. മേഘനക്കുട്ടി സുന്ദരിയായിരിക്കും, പക്ഷേ അതുപോലെ തന്നെ ബുദ്ധിയും വേണ്ടേ? പോകാൻ നിങ്ങൾക്ക് അനുവാദമില്ല. നിങ്ങളിപ്പോ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ശേഖരൻ തമ്പിയ. അദ്ദേഹം എന്നോട് പറയുന്നതേ ഞാൻ അനുസരിക്കൂ. അതെന്റെ അച്ഛൻ ശേഖരനല്ല, അത് 300 ആണ്ടുകൾക്ക് മുമ്പ് മരിച്ചുപോയ ത്രിവിക്രമൻ എന്ന കൊടും ക്രൂരനാണ്. എന്താ മൃത്യുലേഖ, കുട്ടികൾ എന്താണ് സംസാരിക്കുന്നത്? അവർക്കുടനെ തിരിച്ചു പോകണമെന്ന്, മധുവിധു ആഘോഷിക്കാൻ. മഹാദേവന്റെ വീട്ടിൽ ഒരു നിലവിളക്കിന്റെ മുമ്പിൽ വെച്ച് നടന്നല്ലോ വിവാഹം. വിവാഹം യഥാർത്ഥത്തിൽ നടത്താനല്ലേ ഇവരെ ഞാനിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഞങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടണ്ട. മേഘനോടൊപ്പം ജീവിക്കാൻ എനിക്ക് ആരുടെ അനുവാദം ആവശ്യമില്ല. രണ്ടാളും ഇനി ജീവിക്കണമെങ്കിൽ എന്റെ അനുവാദം വേണം. ഞാൻ നിനക്ക് നിശ്ചയിച്ചിരിക്കുന്ന വിവാഹം ഐശ്വര്യയും നീയുമായിട്ടുള്ള വിവാഹം, അത് നടന്നേ പറ്റൂ. നോ, ഐശ്വര്യല്ല, ഇവളാണ് എന്റെ ഭാര്യ. ഐശ്വര്യ ഇപ്പൊ എത്തും, നിങ്ങളുടെ വിവാഹം നടക്കുകയും ചെയ്യും. എതിർക്കാൻ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ രണ്ടിനെ ഇവിടിട്ട് ഞാൻ തീർക്കും. നിലവറയിൽ കുഴിച്ചിടും. ഐ വിൽ കിൽ യു.